ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പുതിയ റൈഡിൻ്റെ ഉദ്ഘാടനമാണ്. ഇന്ന് രാവിലെ 9:30 കേട്ടോ. അപ്പോൾ പിന്നെ ആൾക്കാരെല്ലാം എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ, ജീവനക്കാരടക്കം എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ 9:30 ഉദ്ഘാടനം. അപ്പോൾ പിന്നെ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ റൈഡിൻ്റെ ഉദ്ഘാടനവും പിന്നെ എല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
ആഘോഷിക്കുകയാണ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്. കഴിഞ്ഞ 17 വർഷങ്ങളിലായി ഓരോ വർഷവും പുതിയ പുതിയ ഓരോരോ വിസ്മയങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി, മലയാളികൾക്ക് വേണ്ടി, കേരളത്തിന് പുറത്തുള്ള ഒരുപാട് ആളുകൾക്ക് വേണ്ടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള അല്ലാത്തതുമായ ഒരുപാട് വിനോദങ്ങൾ ഒരുക്കിക്കൊണ്ട് അങ്ങനെ വിസ്മയ പാർക്ക് മുന്നോട്ട് കുതിക്കുകയാണ്. 2008 വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെറും 25ഓളം മാത്രം റൈഡുകളുമായിട്ട് തുടങ്ങിയ ഒരു യാത്രയാണ് ഇന്നിപ്പോ 55ാമത്തെ റൈഡിൽ എത്തി നിൽക്കുന്ന ഈ ഒരു ജൈത്രയാത്ര. ആൻഡ് ഇന്ന് റോഡിക്സ് അഡ്വഞ്ചർ റൈഡ് ദ റോറിംഗ് ബീസ്റ്റ് എന്ന അതിമനോഹരമായ ഒരു റൈഡിന്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ പ്രിയങ്കരനായ നിയമസഭാ സ്പീക്കർ നിർവഹിച്ചിരിക്കുകയാണ്. 24 പേർക്ക് ഒരു ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നമ്മുടെ എല്ലാം പ്രിയങ്കരനും ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കറുമായിട്ടുള്ള സഖാവ് എം ഷംസീർ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 17 വർഷം മുമ്പാണ് സഹകരണ മേഖലയിൽ ഇത്തരമൊരു സ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ വലിയ നിലയിലുള്ള എതിർപ്പുകളാണ് പല മേഖലകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. ഒരു അമ്യൂസ്മെന്റ് പാർക്ക് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിസ്ഥിതിയെ ബാധിക്കും, വലിയ നിലയിലുള്ള ജലചൂഷണം നടക്കുകയാണ്. ഇങ്ങനെയെല്ലാമുള്ള എതിർപ്പുകളാണ് ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് പ്രകൃതിക്കൊരു കോട്ടവും വരുത്താത്ത നിലയിൽ ഇത്തരം ഒരു അമ്യൂസ്മെന്റ് പാർക്ക് അന്ന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാ VP ജയരാജന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും പിന്നീട് സഖാവ് MV ഗോവിന്ദ മാസ്റ്റർ, K ബാലകൃഷ്ണ മാസ്റ്റർ, KK നാരായണൻ, വാടി രവി, അതുപോലെ തന്നെ P വാസുദേവൻ, ഇവരുടെ എല്ലാ നേതൃത്വത്തിൽ പടിപടിയായി ഈ സ്ഥാപനത്തെ ഇന്ന് രാജ്യത്തെ തന്നെ സഹകരണ മേഖലയിൽ ഏറ്റവും വലിയ ഒരു അമ്യൂസ്മെന്റ് പാർക്കായിട്ട് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വടക്കേ മലബാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പറശ്ശിക്കടവ് തീർത്ഥാടന കേന്ദ്രമാണ്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നമ്മുടെ വിസ്മയ പാർക്ക്, സ്നേക്ക് പാർക്ക്, ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് കാണുവാനും ആസ്വദിക്കാനുമുള്ള ഒരിടമാക്കി മാറ്റിയതിൽ വിസ്മയ വഹിച്ച പങ്ക് ഏറ്റവും വലുതാണ്. ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഈ സമയം ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് വിസ്മയ പാർക്കിൻ്റെ അതിൻ്റെ ഭരണസമിതിയെയും ചെയർമാനെയും ജീവനക്കാരെയും അഭ്യുദയാകാംക്ഷികളെയും എല്ലാവരെയും ഈ അവസരത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഭരണസമിതി അംഗങ്ങൾ, മുൻ ഭരണസമിതി അംഗങ്ങളെ എല്ലാം തന്നെ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള റൈഡുകൾ നമ്മൾ പലപ്പോഴും പല മീഡിയാസിലൂടെ മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് നമ്മുടെ മുന്നിൽ നേരിട്ട് കാണാനും അത് ഉപയോഗിക്കുവാനുമുള്ള ഒരു അവസരം ഈ വിസ്മയ പാർക്കിലൂടെ എത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടുകാർക്ക്, അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ ടൂറിസം വികസനത്തിന്, അല്ലെങ്കിൽ നമുക്ക് പറയാം കേരളത്തിൻ്റെ തന്നെ ടൂറിസം വികസനത്തിന് വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്ന ഒരു അമ്യൂസ്മെൻ്റ് പാർക്കായി വിസ്മയ പാർക്ക് മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ അവസരത്തിൽ ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയും പുതിയ പുതിയ റൈഡുകൾ സ്ഥാപിക്കുന്നതിനും വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ സഹകരണ വകുപ്പിൻ്റെ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് നന്ദി ശ്രീ അജേഷ് RK. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മിസ്റ്റർ PK മുജീബ് റഹ്മാൻ, CPI തളിപ്പറമ്പ് മണ്ഡലം പ്രതിനിധി. ഇന്നത്തെ മഹനീയമായ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന വിസ്മയ പാർക്കിൻ്റെ ചെയർമാൻ ശ്രീ PV ഗോപിനാഥ്, ഇന്നത്തെ ഈ റോഡ്രിക്സ് റൈഡ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ N ഷംസീർ, ഹാൻവീവ് ചെയർമാൻ PK ഗോവിന്ദൻ മാസ്റ്റർ, വിസ്മയ പാർക്കിൻ്റെ വൈസ് ചെയർമാൻ ശ്രീ K സന്തോഷ്, വാർഡ് കൗൺസിലർമാരായ സതീദേവി, PP ഗംഗാധരൻ, ഈ സ്ഥാപനത്തിൻ്റെ MD ആയി പ്രവർത്തിച്ച
ശ്രീ പി ചന്ദ്രൻ, മറ്റ് സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, രാഷ്ട്രീയ പാർട്ടി പ്രതികളെ, സഹോദരി സഹോദരന്മാർ, ആന്തൂർ നഗരസഭയെ അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പട്ടണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിരവധി സ്ഥാപനങ്ങൾ തലയുയർത്തി നിൽക്കുന്നുണ്ട്. ദേശീയ പ്രാധാന്യമുള്ള നിഫ്റ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, പോലീസ് ക്യാമ്പ്, ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസ്, അതോടൊപ്പം സ്നേക് പാർക്ക്, ആയുർവേദ കോളേജ്, തീർത്ഥാടനം ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ മഹനീയ സ്ഥാപനമായ പറശ്ശിനിക്കടവ് മടപ്പുര, അങ്ങനെ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബായി നമ്മുടെ ആന്തൂർ നഗരസഭ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അനുഗുണമാകുന്ന രീതിയിലുള്ള പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്ന വൈവിധ്യവൽക്കരണമാണ് ഈ വിസ്മയ പാർക്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാവരും തിരക്ക് പിടിച്ച മനുഷ്യരാണിപ്പോൾ. ആർക്കും ഒന്നിനും സമയമില്ല. കൃത്രിമമായ സ്നേഹപ്രകടനത്തിനിടയിലും ഈ തിരക്കുകൾക്കിടയിലും ഒരു ദിവസം നമുക്ക് ആനന്ദത്തിനും വിനോദത്തിനും വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിസ്മയ പാർക്കിൽ ഈ വൈവിധ്യവൽക്കരണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അപങ്കരം തുടരട്ടെ. ഇത് മുഴുവൻ ആളുകൾക്ക് ഉപയോഗബോധ്യമാകുന്ന രീതിയിൽ ഇത് വളർന്ന് പന്തലിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ, താങ്ക് യു വെരി മച്ച് ശ്രീ പി കെ മുജീബ് റഹ്മാൻ. അടുത്തതായി ക്ഷണിക്കുകയാണ് ശ്രീ വത്സൻ കടമ്പേരി, കോൺഗ്രസ് ഐ പ്രതിനിധി. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം കഴിഞ്ഞ 17 വർഷമായി ആന്തൂരിൻ്റെ ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന് മാതൃകയായി പ്രവർത്തിക്കുന്ന വിസ്മയ പാർക്ക് ഓരോ വർഷവും പുതിയ പുതിയ റെയ്ഡുകളുമായി മുന്നോട്ട് പോകുന്നു. ഇന്നും പുതിയൊരു റെയ്ഡുമായിട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഇവിടെ എത്തുന്ന ആസ്വാദകന്മാർക്ക് അവരുടെ ജീവിതത്തിൽ നിന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി വിസ്മയ പാർക്ക് മാറണം. അതിന് എല്ലാ ജീവനക്കാർക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള മാനേജ്മെൻറ്റും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ സാധിക്കൂ. ഇതിന് 15 കോടിയോളം മുതൽ മുടക്കുണ്ട്. അതിൻ്റെ ലാഭവിഹിതം കിട്ടണമെങ്കിൽ ഒത്തിരി കാലങ്ങൾ വേണ്ടി വരും. എന്നിരുന്നാൽ കൂടി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ പരിധി നമുക്ക് കടക്കാൻ സാധിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നല്ലൊരു ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച് ശ്രീ വത്സൻ കടമ്പേരി. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വി സതീദേവി, മുനിസിപ്പൽ കൗൺസിലർ, ആന്തൂർ. തോണിക്കേറിയാൽ അങ്ങനെ ഉണ്ടാവുക. ഇങ്ങനെ ആവുക ചെമ്മ കയറുന്നില്ല. നടുവേദനയും കൊണ്ട് കയറിയിട്ടുണ്ട്. ഞാൻ ഫോൺ വിളിച്ചറിയില്ല. നാരദ
ലൈവല്ല Thank you.